The message today is from Psalms 103, Father's Day message this morning. We're in a series of the 7 deadly sins and the believer's armor, but today is a special day. വിശ്വാസികൾ ധരിക്കേണ്ടതായ സർവ്വായുധങ്ങൾ എന്നുള്ള നിലയിലും വിഷയങ്ങൾ സംസാരിച്ചു വരികയായിരുന്നു. എന്നാൽ ഇന്നൊരു വ്യത്യസ്തമായ ദിവസമാണ്. How can we talk about deadly sins on Father's Day? ഈ പിതൃദിനത്തിൽ എങ്ങനെയാണ് മാരകമായ പാപത്തെക്കുറിച്ച് സംസാരിക്കുക? We are going to resume that, Lord willing, next week and the coming weeks. അടുത്ത ആഴ്ചയിലും അതിന്റെ വരുന്ന ആഴ്ചകളിലും നാം ആ വിഷയം തുടരുന്നതായിരിക്കും. Father's Day is a special day for not only for our church, for the entire country. പിതൃദിനം എന്ന് പറയുന്നത് നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ എല്ലായിടത്തും എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ്. God bless all the fathers, including us two fathers here. We are also fathers. ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്ന പിതാക്കന്മാരും ഇവിടെ ഇരിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. And we thank God for all that the fathers do on a daily basis, and their influence, their hard work behind the scenes, everything that fathers represent. പിതാക്കന്മാരുടെ ബന്ധത്തിൽ അവരുടെ കഠിനാധ്വാനം, അവരുടെ സ്വാധീനം, ഓരോ ദിവസങ്ങളിലും അവർ ചെയ്തേണ്ടതായ കാര്യങ്ങൾ അതെല്ലാം ഞാൻ ഓർക്കും. Fathers are fathers because there's children involved. പിതാക്കന്മാർ എന്ന് പറയുന്നത് തന്നെ അത് കുട്ടികൾ ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് പിതാക്കന്മാരുടേതായ സംജ്ഞ ഉണ്ടാകുന്നത്. As many of you know, the children are always, giving us a hard time. The kids are a challenge. Children are a challenge to raise in this day and age. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, കുട്ടികൾ എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. അവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. It's a hard thing to be a father in 21st century America. ഈ അമേരിക്കയിൽ 21ാം നൂറ്റാണ്ടിൽ ഒരു പിതാവായിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. Back in the day, you guys, fathers and grandfathers that are here, you could just, നമ്മൾ പറയുന്ന കണ്ണുരുട്ടി കാണിച്ചാൽ മതിയായിരുന്നു പണ്ടൊക്കെ. Nowadays you can't do just that. That won't be enough. ഈ ദിവസങ്ങൾ കഴിഞ്ഞ കാലങ്ങളേക്കാൾ വ്യത്യസ്തമായിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന വലിയപ്പന്മാർ ആ നിലയിലുള്ളവർക്കറിയാം. അവരുടെ ആ കാലഘട്ടങ്ങളിൽ കണ്ണുരുട്ടി പിതാവ് കാണിച്ചാൽ കുഞ്ഞുങ്ങൾ കേൾക്കുമായിരുന്നു, കാണുമായിരുന്നു, അടങ്ങുമായിരുന്നു. വ്യത്യസ്തമാണ്. My dad didn't have to do too much talking. All he had to just give me a look. എന്റെ പിതാവ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നില്ല, ഒറ്റ നോട്ടം മതിയായിരുന്നു എനിക്ക് കാര്യം മനസ്സിലാക്കുക. You know about the look? ആ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ നോട്ടം എന്താണ് ഉൾക്കൊള്ളുന്നത് നമുക്കറിയാം. Let me see the look. Let me see some of your parents with the look. തല ഇച്ചിരി താഴ്ന്നു, കണ്ണാടി ഇച്ചിരി താത്തി, ഒരു നോട്ടമുണ്ട്. Right? Come on, work with me. Yes? നോട്ടമില്ലേ? Yes. The look says it all. ആ നോട്ടത്തിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. No psychology books to read. മനഃശാസ്ത്രപരമായ പുസ്തകങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. No focus on the family. കുടുംബത്തോടുള്ള ഫോക്കസ് ഓൺ ദ ഫാമിലി കാണേണ്ട കാര്യമില്ല. No presentations about how to raise children. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നുള്ളതായ ആ സിമ്പോസിയത്തിലോ സെമിനാറുകളിലോ പങ്കെടുക്കേണ്ട കാര്യമില്ല. Just one look. ഒറ്റ നോട്ടം മതിയോ? The modern day fathers, if we could do that, that would be wonderful, right? ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നോട്ടം കൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കുകയായിരുന്നെങ്കിൽ നാം വളരെ മിടുക്കന്മാരാണ്. Good luck, yes. I was reading about this child who wrote a letter to the President of the United States. കുട്ടിക്കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റിന് എഴുതിയ ഒരു ലെറ്ററിനോട് ബന്ധത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He wrote, the President said that, Dear Mr. President, I want to be included on the space program. I understand that you're sending people to Mars. And I want to be included in that future space program. ഈ കുഞ്ഞ് പ്രസിഡന്റിന് എഴുതിയ പ്രകാരം എഴുതി ശൂന്യാകാശ യാത്രയോടുള്ള ബന്ധത്തിൽ ആളുകളെ ശൂന്യാകാശത്തിലേക്ക് അയക്കുന്ന കാര്യത്തിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം ഭാവിയിൽ. And he signed it at the bottom, one of your future voters. നിനക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വരുന്ന ഒരു പയ്യൻ. ഈ പ്രസിഡന്റിന് എഴുതിയ എഴുത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് കുട്ടി എഴുതിയത്, ഭാവിയിൽ അങ്ങേക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള ഒരാൾ എന്ന് പറഞ്ഞാണ് ഒപ്പിട്ടത്. Well, the dad saw this letter before it was mailed to the president. ഈ പ്രസിഡന്റിന് ഈ ലെറ്റർ അയക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ പിതാവ് ഈ ലെറ്റർ കണ്ടു. And he wrote a little note at the bottom of that letter. ആ പിതാവിന്റേതായിട്ട് ആ എഴുത്തിന്റെ അടിയിൽ അദ്ദേഹം ഇപ്രകാരം കുറിച്ചു. It says, Dear Mr. President, feel free to send my son to outer space at any time. പ്രസിഡന്റിനോട് അദ്ദേഹം ഇപ്രകാരം എഴുതി, തിരിച്ച് ഈ സ്ഥലത്തേക്ക് എപ്പോ വേണമെങ്കിലും അയക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലാതെ വന്നില്ലേ. Send him away. Get rid of him.
ശൂന്യാകാശത്തിലേക്ക് ഏത് സമയം അയക്കുന്നതിന് കുഴപ്പമില്ലാത്ത അർത്ഥത്തിൽ. So many times fathers we feel like that with our kids. Amen. How many fathers can relate to that? പലപ്പോഴും പിതാക്കന്മാർക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകാറുണ്ട്. അതിനോട് ബന്ധപ്പെടുന്നവർക്ക് അറിയുള്ളൂ. Sometimes you just want to get away from these kids. ഈ കുട്ടികളിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് ചില സമയം ആഗ്രഹിക്കാം, പിതാക്കന്മാർ ആഗ്രഹിക്കാറുണ്ട്. It's like the McDonald's slogan, you deserve a break today, fathers. ഈ മക്ഡൊണാൾഡ്സിന്റെ സ്ലോഗൻ ഉണ്ട്, നിങ്ങൾ പിതാക്കന്മാർ നിങ്ങൾക്കൊരു വിശ്രമം, ഒരു മാറ്റം ആവശ്യമാണെന്നുള്ളതിനെ. Amen. Hallelujah. Verse 8 through 12, 13 talks about 5 characteristics of God the Father, which we, if we can somehow grasp a little bit of that in our earthly fatherhood, it will help us in our fatherhood relationship. ഈ 103-ാം സങ്കീർത്തനത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗ്ഗസ്ഥനായ പിതാവിനോടുള്ള ബന്ധത്തിലെ പ്രത്യേകമായി നാം അറിയേണ്ട ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് ഭൂമിയിൽ പിതാക്കന്മാരായിരിക്കാൻ നമുക്ക് ബാധകമായ കാര്യമാണ്. Verse 8, first one, verse 8. ഒന്നാമത്തെ വിഷയം 8-ാം വാക്യത്തിൽ നമുക്ക് നോക്കാം. The Lord is compassionate and gracious. 8-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, അവൻ കരുണയുള്ളവനാണ് എന്നുള്ളത് കാണുന്നു. മഹാദയുള്ളവൻ കരുണയുള്ളവനാണെന്ന് കാണും. Verse 8, go ahead, Joseph. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. You've seen the dynamite explosion, the TNT explosion, dynamite sticks. You've seen that. Dynamite ഉൾക്കൊള്ളുന്ന സ്ഫോടനത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. If you see these buildings that explode or the mine shafts, to blow it up, they use dynamite sticks. ഈ കെട്ടിടമോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങള് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തകർക്കണമെങ്കിൽ ഈ ഡൈനാമൈറ്റിനോട് അത് സ്ഥാപിച്ച് അതിനെ ആ നിലയിൽ തകർക്കാറുണ്ട്. TNT, they put it together and then they have a long string of fuse attached to that. അതിനോട് അറ്റാച്ച് ചെയ്ത വലിയൊരു ചരട്, നീണ്ടതായ ചരട് നമുക്ക് കാണുവാൻ കഴിയും. They set the fuse and then they walk away and this long fuse away where it's safe. അത് അതിന് തിരി കൊടുത്തതിന് ശേഷമായിട്ട് വളരെ അകന്ന് അവരുടെ സുരക്ഷിതത്വത്തെ കരുതി മാറി നിൽക്കുകയാണ്. And then what do? They light the fuse where they're safe, and then the fuse starts to go all the way until the end of that dynamite and explodes. ഈ സ്ഥാപിച്ചിരിക്കുന്ന പൊട്ടിത്തെറിക്കേണ്ടതായ ഡൈനാമൈറ്റിൽ നിന്നും നീണ്ടു കിടക്കുന്ന ചരടുകൾ തിരി കൊടുത്തത് ആ തിരി കത്തിച്ചെന്ന് ആ ഡൈനാമൈറ്റ് അവസാനം സ്ഫോടനം നടത്തുകയാണ്. That's a visual picture of the long suffering and the slowness to anger of God the Father. ഈ ദൈവത്തോടുള്ള നിലയിൽ അവൻ മഹാദയുള്ളവനാണെന്നും മഹാകരുണയുള്ളവനാണെന്നും കാണുമ്പോൾ ഈ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരേണ്ടത്. We all have a short fuse. നമുക്ക് പെട്ടെന്ന് ക്ഷിപ്രകോപം വരുന്നവരാണ്, including me. ഞാൻ ഉൾപ്പെടെ. As fathers, we talked about anger last week. Remember that? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കോപത്തോടുള്ള ബന്ധത്തിൽ സംസാരിച്ചു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. Often it's like just like that the fuse can be lit. നമുക്ക് ഒരു ക്ഷണനേരം കൊണ്ട് തന്നെ കോപം വരുന്നവരാണ്. God the Father has a long fuse. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് മഹാക്ഷമ അല്ലെങ്കിൽ ദീർഘക്ഷമയോടുള്ള ബന്ധത്തിൽ ദൈവത്തെ കാണും. Slow to anger. ആ ദൈവം കോപിക്കുവാൻ വളരെ താമസമുള്ളവനായിട്ട് കാണും. Plenteous in mercy. അവൻ കരുണയിൽ ധനവാനാണ്, കരുണയിൽ സമ്പന്നനാണെന്ന് കാണും. Compassionate and gracious. അവൻ നമ്മളോട് മഹാദയുള്ളവനാണ്, മഹാകരുണയുള്ളവനാണെന്ന് നാം കാണും. As fathers, it's worth emulating that God, our Creator, is such a slow person to anger. നാം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുന്നത് കോപിപ്പാൻ വളരെ താമസമുള്ളതായ ദൈവം എന്നുള്ളതായ സൃഷ്ടാവെന്ന നിലയിലാണ്. Isn't that a great quality that God has? അത് ദൈവത്തിന്റെ മഹത്തായ ഗുണങ്ങളിൽ ഒന്നാണ്. Aren't you glad that God has a long fuse? ആ നിലയിൽ ദൈവത്തിന് ദീർഘക്ഷമയുള്ളതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? Aren't you glad that we sang earlier that God didn't leave us where we originally were found? നാം നമ്മെ എവിടെ വെച്ച് ദൈവം കണ്ടുവോ ആ സ്ഥലത്ത് ദൈവം നമ്മെ കൈവിട്ട് കളഞ്ഞില്ല എന്നുള്ളത് മുമ്പേ പാടുകയുണ്ടായി. Look back into your life and see how long suffering God was with you. നാം നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മെ എത്രമാത്രം സഹിച്ചു എന്നുള്ളത് പിന്തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. In the prodigal son's example, we see the father looking far off. That's the picture. ആ മുടിയൻ പുത്രന്റെ ചിത്രത്തിലെ ആ ഉപമയിൽ ആ പിതാവ് ദൂരവേ അവനെ കാണുന്നു, ദൂരവേ നോക്കിയിരിക്കുന്നതായിട്ട് നാം കാണുന്നു. Give your kids a little slack. Give the children some room. ആ കുട്ടികൾക്ക് അല്പസ്ഥലം അനുവദിക്കുക. Let that fuse go a little longer. അത് അല്പം ദൈർഘ്യം അനുവദിക്കുക. Don't explode at the first thing that comes. വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്ഷണനേരം കൊണ്ട് നാം പൊട്ടിത്തെറിക്കരുത്. Take a deep breath. ഒരു ദീർഘശ്വാസം എടുക്കുക. Count to 10. 10 വരെ എണ്ണുക. Do something to get away from that immediate dynamite explosion. ഡൈനാമൈറ്റ് പൊട്ടുന്നത് പോലെ ക്ഷണനേരം കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന സ്ഫോടനം നടത്തുന്നതിന് പകരമായിട്ട് അല്പസമയം എടുക്കുക.
You know, as kids in science project, you had these exploding volcanoes, right? You had to build a volcano that exploded and it would erupt and it would start to shake and tremble and all.